ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഓണപരിപാടിയാണ്. അപ്പൊ നമ്മള് ഇന്ന് പോകാൻ വേണ്ടി നോക്കുവാണ്. ഡ്രസ്സൊക്കെ ഇട്ടു, കമ്മലൊക്കെ ഇട്ടു. ഈ വഴിയെ കാണാം, മുഖത്ത് പൊട്ടിയൊക്കെ ഇടാം. എനിക്ക് കൺസീലർ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചൊറിയോ എന്തേലും കുഴപ്പമാകും. ഇവിടെ ഞാൻ അങ്ങനെ ഇട്ട് ശീലമില്ലാത്തോണ്ടേ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം അല്ലേ? ഈശ്വരാ, കൊള്ളാല്ലേ? ഞാൻ ഇന്നലെ ഇട്ട് നോക്കീനി, പക്ഷെ എനിക്കൊരു മൂക്കിലൊരു ചൊറിയോന്ന് എനിക്ക് പേടി. ഞാൻ അങ്ങനെ ഇട്ട് കുറേ നേരം ഇട്ട് നിന്നൊരു ശീലം ഇല്ല എനിക്ക്. ഇന്നത്തെ ദിവസം എന്തെങ്കിലും മുഖത്ത് വല്ല പാടും പുള്ളിയും പിടിച്ചാ അങ്ങനെ ചൊറിച്ചിൽ, അതിന് അലർജിയൊക്കെ പിടിക്കുമെന്നൊരു പേടി. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കുണ്ടോ ഈ ക്യാമറ പിടിക്കാൻ വെച്ചിട്ടില്ല. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല ഒടുക്കത്തെ മഴയാണ്. ബേക്കിൽ അമ്മ പാട്ട് വെച്ചിട്ടുണ്ട്. അമ്മ എപ്പോ ഇങ്ങനെ ഉച്ചത്തിൽ പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് അങ്ങനെ. കോപ്പിറൈറ്റ് അടിക്കാന്ന് അറിയില്ല. ഇട്ടെന്ന് പോലും തിരിയതില്ലോ. ഇന്നലെ ഞാൻ ഒന്ന് ട്രയൽ ചെയ്തൊക്കെ നല്ല വൃത്തിക്ക് ഒരുങ്ങിനെ. പക്ഷെ ഇന്നൊരു സെറ്റപ്പ് ആണെന്നില്ലാത്തോല. ചുണ്ട് പൊട്ടുമെന്ന് അറിയില്ല. ലിപ്സ്റ്റിക് കിട്ടാന്ന് ചുണ്ട് പൊളിഞ്ഞ് അധികം കുറേ വരും. ഡ്രൈ ആയി കഴിയുമ്പോൾ കുറേ ഫുഡെല്ലാം കഴിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. ഞാൻ ഒരുങ്ങിയതും കഴിഞ്ഞു, പക്ഷെ ഫൗണ്ടേഷൻ ഇട്ട് എൻ്റെ ഒന്നും കാണുന്നൊന്നുമില്ല. മതി. പിന്നെ ഇനി ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഇനി ചായ കുടിക്കാം. ദോശയും സാമ്പാറും ഉണ്ട്. ചായ കുടിക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. എൻ്റെ വലിയ ബാഗ് പോലെ ഉണ്ടാ. ഞാൻ ക്ലാസ്സിൽ പോകുന്നതിന് തോർത്താവേ. കാരണം എൻ്റെ കുഞ്ഞ് മറ്റേ ബാഗിലൊന്നും കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ബാഗ് എടുത്ത് ഈശ്വര ഡ്രസ്സ് ചെളിയൊന്നും പറ്റിയതാണ്ട്. ഇപ്പം നന്ന മഴ ഇങ്ങനെ ചാറി പെയ്യുന്നുണ്ട്. മടിയുമാണോണ്ട് മഴ തുടങ്ങി. എനിക്കത് ഈ വെള്ളം ഇട്ടിട്ടാണ് ചെളി പറ്റുമെന്ന് ഓർത്തിട്ടാണ്. ബേക്കിൽ ഞാൻ ചെളിയൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ലെഗിൻസ് ഇട്ടിട്ട് ഞാനങ്ങനെ ലെഗിൻസ് ഇട്ട് ഇങ്ങനെ ചുരിദാറിനൊപ്പം ഓപ്പൺ ചുരിദാറിനൊപ്പം ഇട്ടിട്ട് പോയിട്ടുമില്ല. ഞാൻ ജീൻസാണ് പൊതുവെ യൂസ് ആക്കാറ്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അയ്യോ എന്താണെന്നത്. കാരണം ഈ ടോപ്പിന് അത്യാവശ്യം ഇറക്കമുണ്ട്. ബസ്സിനെങ്ങാൻ കഴിയുമ്പോൾ സ്റ്റെപ്പിലെങ്ങ് പറഞ്ഞാൽ ചെളി പറ്റുമോ എന്താണെന്നൊന്നും ഞാൻ നടക്കുവാണ്. ഞാൻ ഒരുങ്ങിയതെല്ലാം എന്തെല്ലോ ആയിപ്പോയി. കണ്ട ഞാൻ എന്ത് വൃത്തിക്ക് ഒരുങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ടാൻ തോന്നുന്നു. നേരത്തെ കുറച്ച് വെള്ളം വേണം വിളിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ആകെ ഇടപെടലും മുഞ്ചിരിക്കുവാണോ അറിയില്ല. എന്തായാലും നമുക്ക് വഴിയെ കാണാം. എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ബേഗ് ഒരു സുഖമില്ല ഇട്ടിട്ട്. പക്ഷേ ഇത് മറ്റേ ബേഗ് നല്ല അതിനെ കംഫർട്ടബിൾ ആയിരുന്നു. കുഞ്ഞു തരുന്നേ. പക്ഷെ അതിനകത്ത് എന്താ അറിയില്ല, കുപ്പിയിലെ വെള്ളമൊന്നും കയറുന്നില്ല. പക്ഷേ ഇത്ര നാളത് എടുത്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ട്. എന്തെല്ലാം ഒരു അവസ്ഥയാണെന്ന്. പിന്നെ 8:30 ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റിന് കയറി. എന്നിട്ട് ടൗണിലെത്തി. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ എൻ്റെ വേറെ കൂട്ടുകാരിനെ കാത്തു നിന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേജിലെത്തി. എന്നിട്ട് എൻ്റെ കൂട്ടുകാരി എനിക്ക് കമ്മലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആടി ചെയ്തിട്ട് കമ്മലൊക്കെ ഇട്ട് നോക്കി. എല്ലാം നോക്കും, കമ്മലൊക്കെ അടിപൊളിയാണ് നോക്കും. പിന്നെ അവൾ വളയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആദ്യമുള്ള വളയെല്ലാം ഊരി ഇട്ട് ഞാൻ അവൾ തന്ന വളയെല്ലാം ഇട്ട് അവൾ മുല്ലപ്പൂവെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേനു. അപ്പോൾ ഞങ്ങൾ പരിപാടിയെല്ലാം കണ്ടുകൊടുക്കുകയാണ്. ഫുഡ് കഴിക്കാൻ
ഇപ്പോൾ 6:05 6:05 ടൗണിലെത്തിയത് നമ്മളെ നാട്ടിലെ. ഇനി നടക്കണം. അയ്യോ വലിയ ഇട്ടായെന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പം ആയിട്ടില്ല, എനിക്ക് പോകേണ്ട ഒരു ഇതുണ്ട്. നമ്മളിനി നടക്കുവാണ്. നോക്കണ്ട വെച്ച് പിടിച്ചോ എന്നുള്ളൊരിതിലാണ് പോകുന്നത്. ഓണപ്പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പകുതി നല്ല, പകുതി ഗുണമില്ല, വേറെ ഗുണമില്ല എന്ന് തോന്നാൻ കാരണം ഫുഡിന് എൻ്റെ പൊന്നടോ ഞങ്ങൾ 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് കഴിച്ചത് ഞങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമാധാനത്തോടെ കഴിക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. വേറെ അത് കഴിഞ്ഞ് വടംവലി, കുറേ ഗെയിംസിൻ്റെ ഫൈനലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ. പിന്നെ അതൊന്നും ഞാൻ വീണ്ടും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആ പടം 5:30 നമ്മൾ ഇറങ്ങി അടുത്ത ബസ്സിന് കയറി ഞാൻ ഇവിടെ എത്തിയ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓണപ്പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതെൻ്റെ കൂട്ടുകാരി ഇടാൻ തന്ന കമ്മലാണ്. ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ. പിന്നെ അവൾ വളയെല്ലാം തന്നു. നല്ല മഴ പെയ്തിനെന്ന് തോന്നുന്നു, കണ്ടോ ഇത്രയും വെള്ളം കയറി നല്ല കലങ്ങി. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നമ്മളെത്താൻ എനിക്ക് കുറച്ചും കൂടെ പോയാൽ മതി. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കാല് കുത്തുകൊണ്ട് സുഹൃത്തുക്കളെ മുണ്ടിയാറുമ്പോൾ സ്ഥലത്തേക്ക് വിടുമ്പോൾ കാല് കുത്തി എനിക്ക് അത്ര നേരം പിന്നെ പേടിയുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പേടിയെന്ന് വെച്ചാൽ വലിയ ആകത്തോണ്ട് പിന്നെ സമാധാനം. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാവേ. പോയി കേസ് ഞാൻ എത്തുമ്പോഴത്തേക്കും കറണ്ട് ഇല്ലായിരുന്നു വീട്ടിൽ. ഇപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ചായ ഉണ്ടോ നോക്കട്ടെ. ഇതാരാ? കാനം വെച്ചപ്പോ ഓ നിന്നെ പൊതുതില്ല, എനിക്ക് പൊതുതില്ലപ്പോ. നമുക്ക് ചായ ഉണ്ടോ നോക്കാം. ഓ എന്തൊരു കണ്ടാണ്. ചായ ഉണ്ടോ എനിക്ക്? ചായ കൂടാ ഉണ്ടല്ലോ വന്നു കഴിച്ച്. ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി പോവാണ്. എണ്ണയെല്ലാം വെച്ചിട്ടുണ്ട്. ഓരോന്നല്ല നമ്മൾ ചോറുന്നാൻ പോവാണ്. ചോറുന്ന് നല്ല തണുപ്പുണ്ട്, മഴയുള്ളതുകൊണ്ട്. പിന്നെ പുതപ്പെല്ലാം പൊതിച്ചിട്ടാണ് ചോറ് തിന്നത്. വല്ല കാര്യമുണ്ടോ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെയ്ത് എന്തൊരു മഴയാണോ. മഴത്ത് എങ്ങനെയായിരുന്നു ബസ് കയറുന്നു ഒരു അറിഞ്ഞൂടെ ഒട്ടക്കത്ത മഴ. ഇനി ബസ് വേറെ വഴി പോവോ? എത്തിപ്പോയി. കുറച്ച് ജമന്തിപ്പൂവെല്ലാം മേടിച്ച് ഇതിന് 99 ഉള്ളൂ. ഏത് ഇങ്ങനത്തെ പാൻ്റെ? 5 റോസിന് വളാന്നിരിക്കും അമ്മേ. എന്ത് രസമുണ്ട്. ഇതാ രസം. ഈ 139. ഇതിനോ? അതിന് 139. എല്ലാം അതേ റേറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ചെരുപ്പ് ഞങ്ങൾ അത് മാറ്റി ഞാനിപ്പോൾ റോസ് എടുത്ത്. അതിന് 129 ഉള്ളൂ. അത് ചെറുതാ. പപ്സെല്ലാം മേടിച്ചപ്പോൾ വീട്ടിലെത്തി ചായ കുടിക്കുവാണ്. നിനക്കല്ല അമ്മ മീൻ തന്നെ. അയ്യോ എനിക്ക് കിട്ടുന്നില്ല, ഭയങ്കര ഉറപ്പ് പോലെ. എനിക്കിതാ ഇഷ്ടം. കുഴപ്പമില്ല. ഞാനൊരു 50 രൂപയ്ക്ക് ഇത്രയും പൂ മേടിച്ചുള്ളൂ. ഇത് വെച്ച് ചെറിയൊരു ഓണം ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഞാൻ പൂവിടാൻ വേണ്ടി നോക്കുവാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ട് അഡ്ജസ്റ്റ് ആക്കണം. മഞ്ഞ അത് കുറച്ച് ആ ജമന്തി ചുവപ്പ് മീൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു അഡ്ജസ്റ്റ് ആക്കണം. കാര്യം തന്നെ എനിക്കൊരു തോന്നുന്നുണ്ട്. നമുക്ക് ഞാൻ പൂവല്ലരിഞ്ഞ ഗൈസ് എനിക്കൊന്നും ഒരു ഐഡിയ സെറ്റപ്പ് ആകുന്നില്ല. എന്തെങ്കിലും വരച്ചിട്ടും ക്ലിയർ ആകുന്നില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ഒപ്പിച്ചിടുവാണ് ഗൈസ്. അയ്യോ
ചെറിയത്തം ആ പച്ച എന്തോ പോലെയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ അതിങ്ങനെ ഇതുണ്ടോ ഈ സൈഡിൽ 2 ഈച്ച ചുറ്റും കിടന്നിട്ട് എൻ്റെ പൊന്നെ മണിയനീച്ച പറക്കുവാണ്. അവിടെ 3 ഇവിടെ 3 ഇങ്ങനെ വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തോ ഒരു ഞാൻ വെറുതെ ഇട്ടിട്ട് പോയത്. നമുക്ക് കറക്റ്റല്ല, ഒരേ അളവിനല്ല, എല്ലാം ഒരേ ഇപ്പം ഇവിടെ 2 ഉണ്ടെങ്കിൽ അവിടെ 2 അങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഇത് അലക്കാനുണ്ട്. എന്താ ഞങ്ങളിനി ചിക്കൻ മേടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അതേ കുപ്പായം ഞാൻ പെനിൻ്റെ ഞാനൊരു ഒരു ജീൻസിന് പാൻ്റ് ഇട്ട്, ഇതിപ്പോൾ ഇന്നലെ എടുത്ത പെനിയനാണ് ഇത്. ഇതാ ഡ്രസ്സുണ്ട്. ഇത് ഇവൻ ഇന്നലെ എടുത്ത പെനിയൻ. മഴയൊന്നും പെയ്യാണ്ടിരിക്കട്ടെ. നമ്മൾ ചിക്കനെല്ലാം മേടിച്ച് നമ്മളിപ്പോൾ മീൻ മേടിച്ചു, അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ മീൻ മേടിച്ചു, ചിക്കൻ മേടിച്ചു, എല്ലാം മേടിച്ചു. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. പാലുണ്ടോ അമ്മോ? ഇല്ലാന്ന് തോന്നല്ലേ. കരുണപ്പാലുണ്ടോ എന്ന് ചോദിക്കാം. സനീഷോട് തോന്നുന്നു. ചേട്ടാ കരുണപ്പാലുണ്ടാ? ആടെയാ? അന്ന് ഞാൻ അങ്ങോട്ട് പോകാം. ഞാനിവിടെ ചെയ്യണമല്ലേ. ഓർത്താൻ പറ്റി മേടിച്ച പാലട സേമിയ കഴിക്കുകയാണെങ്കിൽ സഹിക്കുന്നില്ല. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമല്ല. പുറത്ത് നല്ല മഴയാണ്. എന്താ ഞാനിവിടെ കടലിൽ നിന്നിട്ട് ഇരിക്കുവാണ്. കുറച്ച് റെസ്റ്റിന് കുറച്ചേരം കിടക്കട്ടെ ഗൈസ്. അയ്യ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. തന്നു കഴിഞ്ഞു. പിന്നെ ഇന്ന് ഞാൻ കുറച്ചേരം ഉറങ്ങിപ്പോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചായ ഉണ്ട്, പിന്നെ നേരത്തെ മേടിച്ച കുറച്ച് കടലയുണ്ട്. ഇനി നമ്മൾ തറവാട്ടിൽ പോവുകയാണ്. അയ്യോ സമയം ഇപ്പോൾ ഒരു 4 മണിയെല്ലാം ആകാനായി അല്ലേ? 4 മണി കഴിഞ്ഞാ? 4 മണി കഴിഞ്ഞ്? ഓ സമയം ഒന്ന് പറക്കുക നടന്നിട്ട്. നല്ല രസമുണ്ട്. ഇതെല്ലാം ആരട്ടെ? ഓണമെല്ലാം കഴിഞ്ഞ് കഴിച്ച അങ്ങനെ വൈകുന്നേരമായി. ഇപ്പം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പാച്ചു അത്ഭുത വിളക്കും. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ബ്ലോഗുമായിട്ട് കാണാം. ഓക്കെ ബൈ ഗായ്സ്.